ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞുങ്ങളോട് ഏത് തരത്തിൽ മാതാപിതാക്കൾ സംസാരിക്കണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. നാം എന്തു പറഞ്ഞാലും ആ കുഞ്ഞ് മനസ്സ് അത് സ്വീകരിക്കും. നല്ലതാകിലും തീയതാകിലും അതവരുടെ ഹൃദയത്തിലാണ് പതിക്കുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരോട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. നീ ഭയങ്കര നോട്ടിയാണ്, അനുസരണശീലമില്ലാത്തവൻ, നീ ഒരു നുണയനാണ്, വൃത്തികെട്ട ചെക്കൻ, വെടി, കള്ളനാണ് നീ തുടങ്ങിയ ചില വാക്കുകളൊക്കെ നമ്മൾ വിളിച്ച് കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കാറുണ്ട്. ഈ വാക്കുകളെല്ലാം തന്നെ ആ കുഞ്ഞു മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഒരല്പസമയത്തെ ദേഷ്യത്തിനായിരിക്കാം നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ കുഞ്ഞുങ്ങളോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, മക്കളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് കമ്പയർ വിത്ത് അതർ കിഡ്സ് ഓർ അതർ ചിൽഡ്രൻ. ഇങ്ങനെ താരതമ്യം ചെയ്താൽ അവരുടെ വ്യക്തിത്വത്തെ അത് വളരെയധികം ബാധിക്കുകയും അവരുടെ ഉള്ളിനെ അത് തകർത്ത് കളയുകയും ചെയ്യും. അത് പറയാനുള്ള കാരണം, ഓരോ കുഞ്ഞിനും അവരവരുടേതായ കഴിവുകൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് വ്യത്യസ്തമായ ശേഷികളുണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുമായി അവരെ താരതമ്യം ചെയ്യുന്നത് അവരെ മാനസികമായി തകർക്കുകയും ആരുമായാണോ താരതമ്യം ചെയ്യപ്പെടുന്നത് അവരെ വെറുക്കുവാനും ഇടയാകുന്ന സാഹചര്യത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. അതും തീർച്ചയായിട്ടും ഒഴിവാക്കുക. വളരെയധികം ദോഷപ്രവൃത്തിയിലേക്ക് അത് നീങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് കുഞ്ഞിനെ തകർത്ത് കളയുക തന്നെ ചെയ്യും. എന്നാൽ കമ്പയർ ചെയ്യേണ്ടത് ആ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസും പഴയ പെർഫോമൻസും അല്ലെങ്കിൽ വരാനിരിക്കുന്ന പെർഫോമൻസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, മക്കളെ ഉപാധികൾ വെച്ച് സ്നേഹിക്കരുത് എന്നുള്ളതാണ്. ചില നിശ്ചിത പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം. കണ്ടീഷൻസ് വെക്കാം. കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ചിട്ടകൾ പഠിപ്പിക്കാൻ ചില കണ്ടീഷൻസ് വെക്കാം. എന്നാൽ കണ്ടീഷൻ വെച്ച് സ്നേഹിക്കരുത്. ഇന്നത് ചെയ്താലേ ഞാൻ നിന്നെ സ്നേഹിക്കത്തുള്ളൂ എന്ന് പറയരുത്. അതുകൊണ്ട് മനസ്സിലാക്കുക, സ്നേഹത്തിന് ഉപാധികൾ വെക്കുന്നത് കുട്ടികളിൽ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ബോധം ഉണ്ടാകുന്നതിന് കാരണമായി തീരും. ചെറുപ്പത്തിലേ ഇപ്രകാരം സ്നേഹം ലഭിക്കാത്തവർ മുതിർന്ന കുടുംബമായുള്ള ബന്ധം നിലനിർത്താൻ താല്പര്യം ഒട്ടും കാണിക്കത്തില്ല. കാരണം ചെറുപ്പത്തിൽ അവർ കുടുംബത്തിൽ വെറുക്കപ്പെട്ടവരായിരുന്നു എന്നുള്ള ബോധം അവരിലുണ്ടാകും. അതുകൊണ്ട് ഇതൊരു ഫേക്ക് ലവ് ആണ്. ഫേക്ക് ലവ് കാണിക്കാൻ പാടില്ല. മക്കളെ ഉപാധികൾ വെച്ച് സ്നേഹിക്കാൻ പാടില്ല. അനന്തമായി സ്നേഹിക്കട്ടെ, ഉള്ളിനുള്ളിൽ നിന്ന് വരട്ടെ. അതെന്തെങ്കിലും കണ്ടീഷൻ വെച്ചുള്ള കാര്യമായി പോകാൻ പാടില്ല. നാലാമത്തെ മറ്റൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനാവശ്യമായി തടസ്സം നിൽക്കുക. അവരെന്ത് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുക. നീ ഒരു കൊച്ചു കുഞ്ഞാ, നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല, നിനക്ക് ഇച്ചിരിയുടെ ബുദ്ധി വളരട്ടെ എന്നൊക്കെ പറയുന്ന മനോഭാവം. നിനക്കൊന്നും പറഞ്ഞതൊന്നും ഒന്നും മനസ്സിലാകത്തില്ല, മിണ്ടാതിരിക്കടാ, അല്ല മിണ്ടാതിരിക്കടി, നിന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള വാക്കുകളും വർത്തമാനങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒരുപാട് തളർത്തിക്കളയും. അതുകൊണ്ട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടെങ്കിൽ അതവരുടെ നീഡിയാണെങ്കിൽ അവർക്കത് പ്രൊവൈഡ് ചെയ്യുകയും അത് തെറ്റാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നോ എന്ന് അവരെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യുന്ന നല്ല സംസാര രീതികൾ മാതാപിതാക്കളിൽ നിന്നുണ്ടാകട്ടെ. മറ്റൊരു സംസാര രീതിയാണ് കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും. അതൊട്ടും നല്ലതല്ല. ഭയപ്പെടുത്തി കാര്യങ്ങൾ സാധിപ്പിക്കാൻ
പല മാതാപിതാക്കളും ഇന്ന് ശ്രമിക്കാറുണ്ട്. പലയിടത്തും കണ്ടിട്ടുണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പേരൻസ് പറയും, പപ്പ ഇപ്പോൾ വരും, അല്ലെ അച്ഛൻ ഇപ്പോൾ വരുമ്പം നിന്നെ കൊല്ലും, അടിക്കും, പിച്ചും, ഞൊള്ളും, ഞോണ്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില മാതാപിതാക്കളെയും ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് അത് ദേഷ്യം വർദ്ധിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ. അത്തരത്തിലുള്ള വാക്കുകൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് ശരിയല്ല. മറ്റൊരു മനോഭാവമാണ് കുട്ടികളുടെ രഹസ്യത്തെ പരസ്യമാക്കുന്ന മാതാപിതാക്കൾ. കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇതാരോടും പറയരുത്, അപ്പയോടും പറയരുത്, അമ്മച്ചിയോടും പറയരുത്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോട് ആരോടും പറയരുത് എന്ന് അമ്മയോട് പറഞ്ഞ ഒരു കാര്യം വിശ്വാസവഞ്ചന കാണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച്, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിനെ അപമാനിക്കുന്ന സ്വഭാവങ്ങൾ, കളിയാക്കുന്ന മനോഭാവം ഒക്കെ മാതാപിതാക്കളിൽ കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടാകുകയാണ്, എൻ്റെ അമ്മയോടും എൻ്റെ അപ്പയോടും ഒരു കാര്യവും പറയാൻ കൊള്ളുകയില്ല, കാരണം അവർ വഞ്ചിക്കും. ഇത് നിങ്ങൾ കാണിച്ചാൽ അങ്ങനെ ഒരു മനോഭാവം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വരും. വലുതാവുമ്പോൾ അത് മറ്റുള്ളവരോട് രഹസ്യമാക്കി വെക്കാൻ കഴിവുള്ള മറ്റാളുകളെ കുഞ്ഞുങ്ങൾ തേടിപ്പോകാനുള്ള ചാൻസസുമുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള മറ്റു വഞ്ചനകളിൽ പോയി പെട്ടുപോകാനുള്ള ചാൻസസ് കൂടും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്ന രഹസ്യങ്ങൾ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, എന്നാൽ അത് രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ ആ രഹസ്യ സ്വഭാവത്തോടു കൂടെ തന്നെ കണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. വഞ്ചന കാണിക്കാതെ അവരെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളുടെ രഹസ്യങ്ങൾ രഹസ്യമാകട്ടെ, പരസ്യമാക്കല്ലേ. 7ാമത്തെ കാര്യമാണ് ചില കഠിന വാക്കുകൾ അവരോട് പറയുന്നത്. നാശം പിടിച്ചവൻ, നീ ശിക്ഷിക്കപ്പെടും, നീ മരിച്ചു പോട്ടെ, തൊലഞ്ഞു പോട്ടെ. ചില കഠിന വാക്കുകളാണ് നായ, കഴുത, പോത്ത്, മണ്ടൻ, അതുപോലുള്ള മൃഗങ്ങളുടെ പേരുകളൊക്കെ വിളിച്ച് കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് അവരിൽ വലിയ മനോവ്യസനത്തിന് കാരണമാവും. അത് അവരെ തന്നെ, അവരുടെ ബോധത്തെ തന്നെ സപ്രസ് ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ, ആക്ഷേപങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാതിരിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃദുവായി സംസാരിക്കുക, ദൈവകൃപയോടുകൂടി കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, നല്ല ബോധത്തോടുകൂടി കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും, വളരും. അങ്ങനെയെങ്കിൽ അവർ നല്ലത് കേൾക്കട്ടെ, നന്നായി വളരട്ടെ, നല്ലത് പഠിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.